നമസ്കാരം. ശ്രീകലാ ദിനേശ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഞാനിന്ന് പറയാൻ പോകുന്നത് നരകവർണ്ണനയെക്കുറിച്ചാണ്. ശ്രീ ശുക മഹർഷി പറഞ്ഞു, ജീവന്റെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത് സത്യരജ തമോ ഗുണങ്ങളാകുന്നു. ഈ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് ഒരുവന് ശ്രദ്ധയിൽ വ്യത്യാസമുണ്ടാകുന്നു. ശ്രദ്ധയ്ക്കനുസരിച്ചായിരിക്കും കർമ്മങ്ങൾ. സാത്വികി ശ്രദ്ധയാൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും ധർമ്മവും, രാജസി ശ്രദ്ധയിൽ നിന്നും ധർമാധർമ്മങ്ങളും, താമസി ശ്രദ്ധയിൽ നിന്നും അധർമ്മവും സംഭവിക്കുന്നു. ധർമാധർമ്മങ്ങളുടെ ഫലമായി സ്വർഗവും, ധർമാധർമ്മ കർമ്മങ്ങളുടെ ഫലമായി മനുഷ്യലോകവും, അധർമ്മ കർമ്മങ്ങളുടെ ഫലമായി നരകവും പ്രാപിക്കേണ്ടി വരുന്നു. വേദം വിരോധിച്ചിട്ടുള്ളവയാണ്. അധർമ്മ കർമ്മങ്ങൾ നാനാവിധങ്ങളായ അധർമ്മകർമ്മികൾക്ക് നാനാ നരകങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പാപകർമ്മങ്ങളെ ചെയ്തവരെ ധർമ്മരാജൻ അതാത് നരകങ്ങളിലിട്ട് ഉചിതങ്ങളായ ശിക്ഷകളെ അനുഭവിപ്പിക്കുന്നു. ശിക്ഷ അനുഭവിക്കുന്നത് മൂലം പാപനിവൃത്തി വരുന്നു. താമിശ്രം, അന്ധതാമിശ്രം, രൗരവം, മഹാരൗരവം ഇത്യാദിയായി നരകങ്ങൾ 28 വിധമുണ്ടെന്ന് പറയപ്പെടുന്നു. നരകയാതനയ്ക്ക് ഹേതുവായ പാപകർമ്മങ്ങൾ പല വിധത്തിലാണ്. പരധന പരസ്ത്രീകളെ അപഹരിക്കുക, ദേഹത്തിലും ഭാര്യാപുത്രാദികളിൽ അഭിമാനിച്ച് പരഹിംസ ചെയ്യുക, മാതാപിതാ ഗുരുജനങ്ങളെ ദ്രോഹിക്കുക, വേദവിധികളെ അതിക്രമിക്കുക, പാഖണ്ഡമാർഗത്തെ ആശ്രയിക്കുക, നിരപരാധികളെ ദണ്ഡിക്കുക, ഈശ്വരൻ നിശ്ചയിച്ചതനുസരിച്ച് ഇര തേടുന്ന ഈച്ച, കൊതുക്, എറുമ്പ്, മൂട്ട മുതലായ പ്രാണികളെ നശിപ്പിക്കുക, ഭക്ഷ്യസാധനം ആർക്കും പങ്കിടാതെ തന്നെത്താൻ അനുഭവിപ്പിക്കുക, പഞ്ചയജ്ഞങ്ങളെ ചെയ്യാതിരിക്കുക, അന്യന്റെ മുതൽ അപഹരിക്കുക, ധർമ്മരീതി തെറ്റി നടക്കുക, മൃഗങ്ങളെപ്പോലെ കാമാസക്തരായിരിക്കുക, വേട്ടയാടുക, ഡംബിനു വേണ്ടി പരഹിംസങ്ങളായ യജ്ഞങ്ങൾ ചെയ്യുക, ഗ്രാമങ്ങളെ തീവച്ച് നശിപ്പിക്കുക, കള്ളസാക്ഷി പറയുക, മദ്യപാനം ചെയ്യുക, പൂജ്യരായ മഹാത്മാക്കളെ നിന്ദിക്കുക, നരബലികൾ ചെയ്യുക, നിരുപദ്രവകാരികളായ ജന്തുക്കളെ കേവലം വിനോദത്തിനായി ഹിംസിക്കുക, വീട്ടിൽ വരുന്ന അഗതികളെ ക്രൂരദൃഷ്ടിയോടുകൂടി നോക്കുക, ധനത്തെ ആർക്കും കൊടുക്കാതെയും താനും അനുഭവിക്കാതെയും കെട്ടിസൂക്ഷിക്കുക എന്നിങ്ങനെയുള്ള മഹാപാപങ്ങൾക്ക് ഉചിതങ്ങളായ നരകശിക്ഷകൾ അനുഭവിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ധർമ്മം തെറ്റാതെ നടക്കുന്നവർക്ക് പുണ്യലോകങ്ങളും, ധർമാധർമ്മങ്ങളുടെ ഫലമായി പുണ്യപാപങ്ങൾ സമമായിരുന്നാൽ മനുഷ്യലോകവും സിദ്ധിക്കുന്നു. മോക്ഷപ്രാപ്തിക്കുള്ള നിവൃത്തി മാർഗത്തെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.